Hi everyone. നമ്മൾ ഇന്ന് സെക്കൻഡ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സിന്റെ മെഷർ തിയറി എന്ന പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. ദ സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം. സിമ്പിൾ അപ്രോക്സിമേഷൻ തിയറം എന്താ പറഞ്ഞു നോക്കാം. An extended real valued function f on a measurable set E is measurable if and only if there is a sequence phi n of simple functions on E which converges pointwise on E to F and has the property that mod phi n less than or equal to mod f on E for all n. അതായത് ഇത്രയേ ഉള്ളൂ. എഫ് എന്ന ഫംഗ്ഷൻ മെഷറബിൾ ആവണമെങ്കിൽ അവിടെ ഫൈ എൻ എന്നൊരു സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ഉണ്ടാവണം. ദാറ്റ് ഈസ് ഫൈ എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. ആൻഡ് ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. മോഡ് ഫൈ എൻ ലെസ് ഈക്വൽ ടു മോഡ് എഫ് ഓൺ ഇ ആയിരിക്കും ഫോർ എവറി എൻ. ഇനി അടുത്ത് പറഞ്ഞത് ഇഫ് എഫ് ഈസ് നോൺ നെഗറ്റീവ്, എഫ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ ദ ഫൈ എൻ ഈസ് ടു ബി ഇൻക്രീസിങ്. ഫൈ എൻ എന്നത് ഇൻക്രീസിങ് സീക്വൻസ് ആയിരിക്കും. ഫൈ വൺ അല്ലേ, അങ്ങനെയുള്ള സീക്വൻസ് ഫൈ എൻ എന്ന സീക്വൻസ് ഒരു ഇൻക്രീസിങ് സീക്വൻസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? മോഡ് എഫ് മോഡ് ഫൈ എൻ ലെസ് ഈക്വൽ ടു മോഡ് എഫ് ആവുന്ന തരത്തിൽ ഒരു ഫൈ എൻ എന്ന സീക്വൻസ് ഉണ്ടെങ്കിൽ ആ ഫൈ എൻ എന്ന സീക്വൻസ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മെഷറബിൾ ആവുകയാണ്. അതിൻ്റെ ലിമിറ്റാണ് എഫ് എങ്കിൽ എഫ് മെഷറബിൾ ആയിരിക്കും. എഫ് മെഷറബിൾ ആണെങ്കിൽ അങ്ങനെ ഒരു സീക്വൻസ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തെടുക്കുകയാണ്? ഒരു അസംഷൻ എടുക്കുകയാണ്. സിൻസ് ഈച്ച് സിമ്പിൾ ഫംഗ്ഷൻ ഈസ് മെഷറബിൾ. അപ്പോൾ നമുക്കറിയാം ഫൈ എൻ, ഫൈ വൺ, ഫൈ ടു, ഫൈ ത്രീ ഒക്കെ സിമ്പിൾ ഫംഗ്ഷൻസ് ആണ്. എല്ലാ സിമ്പിൾ ഫംഗ്ഷനും മെഷറബിൾ ആണ്. അതുകൊണ്ട് ഫൈ വൺ, ഫൈ ടു, ഫൈ ത്രീ എന്നുള്ള ആ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് മെഷറബിൾ ആണ്. പിന്നെ പ്രപ്പോസിഷൻ 9 നമ്മൾ പഠിച്ചത് നമ്മൾ ഒരു സീക്വൻസ് ഫൈ എൻ എന്ന സീക്വൻസ് മെഷറബിൾ ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും പോയിന്റ് വൈസ് ലിമിറ്റും എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഫൈ എന്നിൻ്റെ ലിമിറ്റാണ് എഫ് എങ്കിൽ ഫൈ എൻ മെഷറബിൾ ആയതുകൊണ്ട് എഫ് എന്തായിരിക്കും? മെഷറബിൾ ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് ഓക്കെയാണ്. ഫൈ എൻ എന്നൊരു സീക്വൻസ് ഉണ്ട്. ഫൈ എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഈസ് ആൾസോ മെഷറബിൾ. ഇനി തിരിച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടി, കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എഫ് എന്നത് മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദർ എക്സിസ്റ്റ് സീക്വൻസ് ഫൈ എൻ ഒക്കെ സിമ്പിൾ ആയിരിക്കണം ആൻഡ് ഫൈ എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. വിത്ത് ദ കണ്ടീഷൻ, ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ്? മോഡ് ഫൈ എൻ ലെസ് ഈക്വൽ ടു മോഡ് എഫ്. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു? എഫ് മെഷറബിൾ ആണെന്ന് അസ്യൂം ചെയ്തു. എഫ് മെഷറബിൾ ആണ് എന്ന് അസ്യൂം ചെയ്താൽ നമ്മൾ എടുക്കാൻ പോണത് വി അസ്യൂം ദാറ്റ് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എഫ് നോൺ നെഗറ്റീവ് ആണ് എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് ആദ്യം. ഇനി എഫ് നെഗറ്റീവ് അല്ലാത്ത കേസ് വരാം. അതായത് ഇപ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ സാധാരണ നമുക്ക് എന്ത് ചെയ്യാം? എഫിന് നമുക്ക് ഇങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഇത് നോൺ നെഗറ്റീവ് അല്ല, കാരണം അതിന് ഫംഗ്ഷൻ എന്ത് വാല്യൂ വരുന്നുണ്ട്? നെഗറ്റീവ് വാല്യൂസ് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എവ്രി ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷൻ എഫ് എടുത്താലും ആ എഫിന് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് മൈനസ് എഫ് മൈനസ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ എഫ് പ്ലസും എഫ് മൈനസും എന്താണ്? നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ മെഷറബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ ഡിഫറൻസും മെഷറബിൾ ആണ്. അപ്പോൾ ആ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ജനറൽ കേസ് പ്രൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആകെ പ്രൂവ് ചെയ്യണത് ഏതുള്ളൂ? എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്യുക? ഈ തിയറം പ്രൂവ് ചെയ്യണത് ഏത് മാത്രമേ ഉള്ളൂ? എഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് മാത്രമാണ്. ജനറൽ കേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് ഇസ് ദ ഡിഫറൻസ് ഓഫ് ടു നോൺ നെഗറ്റീവ് മെഷർ ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യണത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? ലെറ്റ് എൻ ബി എ നാച്ചുറൽ നമ്പർ. എൻ എന്നൊരു നാച്ചുറൽ നമ്പർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഇ എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാണ്. ഇ എന്ന സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അതായത് ഇപ്പം E1 എന്ന സെറ്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വില 1 1ൽ താഴെയാണെങ്കിൽ അങ്ങനെയുള്ള എക്സുകളുടെ കളക്ഷനാണ് E1. E2 എന്താ വരിക? E2 is equal to set of all x belongs to E such that f of x
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ക്ലിയർലി E1 E2ൻ്റെ സബ്സെറ്റ് ആണ്. കാരണം E2-നകത്ത് ഉണ്ടെങ്കിൽ അല്ലേ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ അത് എവിടെ ഉണ്ടാവും? ലെസ് ദാൻ 2-നകത്ത് ഉണ്ടാവും. സോ E1 ഇസ് എ സബ്സെറ്റ് ഓഫ് E2 ആണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? En എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്തു. En ഇസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു n such that f of x less than equal to n. അപ്പോൾ എഫ് മെഷറബിൾ ആയതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ആൽഫ എന്ന തരത്തിലുള്ള എല്ലാ സെറ്റുകളും മെഷറബിൾ ആയിരിക്കണം. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എൻ എന്ന സെറ്റ് മെഷറബിൾ ആണ്, അതായത് En എന്ന സെറ്റ് മെഷറബിൾ ആണ്. ഓക്കെ, അപ്പോൾ En എന്ന സെറ്റ് മെഷറബിൾ ആണ്. പിന്നെ നമുക്ക് ഇവിടെ നോക്കാം ന്റെ പ്രത്യേകത എന്താ? En എന്ന സെറ്റിനകത്ത് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു n ആണ്. അതായത് എഫ് ഓഫ് എക്സ് ബൗണ്ടഡ് ആണ്. ഓക്കെ, സോ എന്ന സെറ്റിൽ എഫ് ഓഫ് എക്സ് നോൺ നെഗറ്റീവ് ആണ്, ബൗണ്ടഡും ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പഠിച്ചിട്ടുണ്ട്. എന്താ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പറയണത്? ഇഫ് എഫ് ഈസ് ബൗണ്ടഡ് നോൺ നെഗറ്റീവ് measurable function, then there exists for every epsilon there exist two functions phi epsilon and psi epsilon such that phi epsilon less than or equal to f less than or equal to psi epsilon and 0 less than or equal to psi epsilon minus phi epsilon is less than epsilon. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ നമുക്ക് phi psi എന്ന ഫംഗ്ഷൻസ് ഉണ്ടാവുന്നതാണ് സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും E1 എന്ന സെറ്റിൽ ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ് അല്ലേ? E1 എന്ന സെറ്റിൽ ബൗണ്ടഡ് ആണ്. അപ്പോൾ E1-നകത്ത് ആരുണ്ടാവും? ഒരു phi 1 ഉണ്ടാവും, ഒരു psi 1 ഉണ്ടാവും. എന്താ പ്രത്യേകത? phi 1 less than equal to f less than equal to psi 1 and psi 1 minus phi 1 is less than or equal to 1. ഓക്കെ, ഇങ്ങനെ എവിടെ ഉണ്ടാവും? E1 എന്ന സെറ്റിനകത്ത് ഉണ്ടാവും. ഇനി E2 എന്ന സെറ്റിനകത്തും ഫംഗ്ഷൻ എന്താണ്? ബൗണ്ടഡ് ആണ്. അപ്പോൾ E2-നകത്ത് നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ കൊടുക്കാം. അപ്പോൾ E2 എന്ന സെറ്റിനകത്ത് രണ്ട് സിമ്പിൾ ഫംഗ്ഷൻസ് ഉണ്ടാവും. അതിൻ്റെ പേര് നമ്മൾ എന്തായി? phi 2 and psi 2 എന്ന് കൊടുത്തു. phi 2 less than equal to f less than equal to psi 2 and psi 2 minus phi 2 is less than equal to 1/2 എന്ന് എടുത്തു. എപ്സിലോൺ നമ്മൾ 1/2 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ En എന്ന സെറ്റിനകത്ത് എന്തുണ്ടാവും? അവിടെ രണ്ട് സിമ്പിൾ ഫംഗ്ഷൻസ് ഉണ്ടാവും. N-നകത്തുള്ള സിമ്പിൾ ഫംഗ്ഷൻസ് നമുക്ക് എന്ത് കൊടുക്കാം? there exist simple functions phi n and psi n such that phi n less than or equal to f less than or equal to psi n and phi n minus psi n is less than or equal to 1/n എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. then by applying the simple approximation lemma applied to the restriction of f to En എന്ന സെറ്റിൽ നമ്മൾ റെസ്ട്രിക്ഷൻ എഫിൻ്റെ റെസ്ട്രിക്ഷൻ ആണ് അല്ലേ? എന്ന സെറ്റിലാണ് എഫ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ യുടെ സബ്സെറ്റുകളാണ് E1 E2 E3. അങ്ങനെയുള്ള En എന്ന സെറ്റിലേക്കുള്ള റെസ്ട്രിക്ഷൻ എടുക്കുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ കൊടുക്കുക, എപ്സിലോൺ 1/n കൊടുക്കുക. അപ്പോൾ E1-ലാവുമ്പോൾ 1 നമുക്ക് എന്തുണ്ടാവും? phi 1 minus psi 1 less than 1 കിട്ടും. E2 ആകുമ്പോൾ psi 2 minus phi 2 less than 1/2 കിട്ടും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? we can find or select phi n and psi n defined on En such that mod 0 less than phi n less than or equal to f less than or equal to psi n on En and 0 less than or equal to psi n minus phi n less than 1/n on En. En എന്ന സെറ്റിൽ ആണെടുത്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി എഴുതാം. എന്താ കിട്ടിയത്? 0 less than or equal to phi n less than or equal to f less than or equal to psi n on En. E1-ലാവുമ്പോൾ phi 1 psi 1 phi 1 ആയിരുന്നു and their difference is less than 1/n കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇൻഇക്വാലിറ്റി എടുത്തു. ഈ ഇൻഇക്വാലിറ്റിയിൽ എല്ലാ സൈഡിലും നമ്മൾ phi n സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അതെന്തായി? phi n minus phi n less than or equal to f minus phi n less than or equal to psi n minus phi n കിട്ടും. അപ്പോൾ ഈ phi minus phi n എന്താണ്? 0 ആണ്. ഓക്കെ, സോ വി ക്യാൻ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇൻഇക്വാലിറ്റിന്ന് ഇൻഇക്വാലിറ്റി എന്തായി മാറും? 0 less than or equal to f minus phi n less than or equal to psi n minus phi n കിട്ടി. ഇനി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
psi n minus phi n is less than 1 by n ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം, ഇത് ലെസ് ദാൻ 1 by n നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വി ഗെറ്റ് ആൻ ഇൻഇക്വാലിറ്റി ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു phi n ലെസ് ദാൻ ഈക്വൽ ടു f ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഈക്വൽ ടു f മൈനസ് phi n നമ്മൾ ഒഴിവാക്കി. f മൈനസ് phi n is less than 1 by n or less than equal to 1 by n. Okay, that is we get a sequence phi n. Phi n എന്നൊരു സീക്വൻസ് കിട്ടി. അത് എഫിനേക്കാട്ടിലും ചെറുതാണ്. എഫിനേക്കാട്ടിലും ചെറുതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഈസ് മോഡ് phi n ലെസ് ദാൻ ഈക്വൽ ടു മോഡ് എഫ്. രണ്ട് പുറത്ത് മോഡ് എടുത്താൽ നമുക്ക് എന്താ കിട്ടുക, ഈ ഇൻഇക്വാലിറ്റിയിൽ രണ്ട് സൈഡിൽ നമ്മൾ മോഡ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, മോഡ് phi n is less than equal to mod f എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് phi n കൺവേർജസ് ടു എഫ് എന്നുകൂടി കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ എന്തെടുക്കുകയാണ്, നമ്മൾ ഇതിപ്പോൾ എവിടെ മാത്രമേ ഉള്ളൂ, ഇ എൻ എന്ന സെറ്റിലാണ് പറയുന്നുള്ളൂ. ദിസ് ഈസ് ഫോർ ഇ എൻ. പക്ഷെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എവിടെയാണ്, ഇ എന്ന സെറ്റിനകത്താണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇ എന്നിനെ ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് ഇ എൻ എന്നുള്ള സെറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, ഇ എൻ എന്ന് പറഞ്ഞാൽ എഫ് ബൗണ്ടഡ് ആവുന്ന കേസ് മാത്രമാണ് അല്ലേ. എഫ് ഓഫ് എക്സിൻ്റെ വില എന്നിൽ താഴെ ആകുമ്പോൾ മാത്രമാണ് ഇ എൻ പറയുക. ഇ എൻ എന്നുള്ള സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടാണ് ഇ എൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു എൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇ എൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്തില്ല, അത് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ phi n എന്ന സെറ്റിനെ ഇ എന്നിൽ ഡിഫൈൻ ചെയ്ത phi n എന്ന സെറ്റിലെ ഇയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ലെറ്റ് phi n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n if f of x greater than f of x എന്നിൽ കൂടുതലായ കേസിൽ, അതായത് നമ്മളെ ഇ എന്നിന് പുറത്തുള്ളത് അല്ലേ, ഇ മൈനസ് ഇ എൻ, ആ സെറ്റിനകത്തുള്ള phi n-ന്റെ വില n ആണ്. അതായത് phi 1 എന്ന് പറഞ്ഞാൽ 1, phi 2 എന്ന് പറഞ്ഞാൽ 2, അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, സോ phi ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്, കാരണം phi n ഇ എന്നിനകത്ത് സിമ്പിൾ ഫംഗ്ഷനാണ്. ഇ എന്നിനേക്കാൾ എത്ര വാല്യൂ കൂടിയുള്ളൂ, ഒറ്റ വിലയാണ്, n എന്നൊരു വില മാത്രമാണ് കൂടിയിട്ടുള്ളൂ. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, phi n is a simple function defined on e എന്ന് പറയാം അല്ലേ. phi n ഇ എന്നിനകത്ത് സിമ്പിൾ ആയിരുന്നു, അത് കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഇ മൈനസ് ഇ നോട്ടിനകത്ത് n എന്ന വാല്യൂം കൂടി ആഡ് ചെയ്തപ്പോൾ ഒരു വാല്യൂം കൂടി എക്സ്ട്രാ വന്നു, അതും ഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ആ phi n എന്നത് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. സിമ്പിൾ ഫംഗ്ഷൻ ആവണമെന്ന് എന്തുണ്ടാവണം, ഫൈനൈറ്റ് വാല്യൂസ് മാത്രമേ ഉണ്ടാവാൻ പാടൂ. ഇനി നമ്മൾ തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 0 ലെസ് ദാൻ ഈക്വൽ ടു phi n ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓൺ ഇ എൻ ആണ്. ഇനി ഇക്കകത്ത് എന്താ നമ്മൾ പറഞ്ഞത്, ഇ മൈനസ് ഇ നോട്ടിനകത്ത് നമ്മൾ ഇ മൈനസ് ഇ എന്നിനകത്ത് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത്, ദാറ്റ് ഈസ് phi n ഇസ് ഈക്വൽ ടു എൻ. പക്ഷെ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ ആണ് അല്ലേ. ഇ എൻ എന്ന സെറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തും എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ എൻ ആണ്. എഫ് ഓഫ് എക്സിൻ്റെ വില എന്നിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഈസ് ട്രൂ അല്ലേ, phi n ലെസ് ദാൻ ഈക്വൽ ടു എഫ് ആണ്. കാരണം phi n-ന്റെ വില എന്നും എഫ് ഓഫ് എക്സിൻ്റെ വില എന്നിൽ കൂടുതലുമായതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ഓൺ ഇ എൻ എന്ന് മാറ്റിയിട്ട് എന്താക്കാം, ഓൺ ഇ എന്നാക്കാം. ഓക്കെ, ഇ എന്നിനകത്ത് ട്രൂ ആണ് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്തു. ഇനി phi n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എൻ എന്ന് എടുത്താൽ എഫ് ഓഫ് എക്സിനേക്കാൾ വലുതാണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഇത് എന്നിനേക്കാൾ വലുതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദാറ്റ് ഈസ് phi n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോണത് ഈ phi n കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ആണ്. അപ്പോൾ phi n എന്നൊരു ഫംഗ്ഷൻ കിട്ടി, അത് എഫിലേക്ക് കൺവേർജ് ചെയ്യും പോയിന്റ് വൈസ് എന്നും കൂടിയാണ് പ്രൂവ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇവിടെ psi n എന്നാണ് എഴുതിയിട്ടുള്ളത്, psi n അല്ല phi n. സോ വി പ്രൂവ് ദാറ്റ് phi n കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, ലെറ്റ് എക്സ് ബിലോങ്സ് ടു ഇ. എക്സ് എന്നത് ഇക്കകത്തുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യാൻ പോണത് phi n കൺവേർജസ് ടു എഫ് എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ട് കേസ് വരാം, എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് ആവാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻഫിനിറ്റി വരാം. അപ്പോൾ എഫ് ഓഫ് എക്സ് ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്കൊരു n കണ്ടെത്താൻ പറ്റും. അതായത് എഫ് ഓഫ് എക്സിൻ്റെ വില എന്താണ്, എഫ് ഓഫ് എക്സ് ഇസ് ഫൈനൈറ്റ് എന്നാണ്, എഫ് ഓഫ് എക്സിൻ്റെ വില ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. Therefore we can choose a natural number n.
ഒരു n കണ്ടെത്താൻ പറ്റും. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു n എടുത്ത്, കാരണം എഫ് ഓഫ് എക്സിൻ്റെ വില ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്കൊരു 100.1 ആണെങ്കിൽ നമുക്ക് n ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ n ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം 101 എടുത്താൽ മതി. അപ്പോൾ എഫ് ഓഫ് എക്സിനേക്കാൾ വലുതാണ് ക്യാപിറ്റൽ n. സോ വി ക്യാൻ ചൂസ് എ നാച്ചുറൽ നമ്പർ n. We can choose a natural number n such that f of x less than capital N. And അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ കേസ് പറഞ്ഞു, നമ്മൾ en എന്ന സെറ്റ് എടുത്തു. en പ്രത്യേകം എന്തായിരുന്നു? f of x is less than or equal to small n ആവുന്ന എക്സുകളുടെ കളക്ഷനാണ്. അപ്പോൾ en-നകത്ത് എന്തുണ്ട്? phi n എന്ന സെറ്റ് കിട്ടി. phi n less than or equal to f ആണ്, and 0 less than or equal to fn മൈനസ് phi n ലെസ് ദാൻ 1/n ആണെന്ന് പറഞ്ഞു. ഇവിടെ n-ന് പകരം ആരാണ്? ക്യാപിറ്റൽ n ആണ്. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ പറ്റും? സോ ദർ എക്സിസ്റ്റ് എ സിമ്പിൾ ഫംഗ്ഷൻ phi n such that 0 less than or equal to f of x minus phi n of x less than 1/n for every n greater than or equal to capital. ആ n-നേക്കാൾ വലിയ ഏത് സ്മോൾ n എടുത്താലും നമുക്ക് എന്ത് പറയാൻ പറ്റും? f of x മൈനസ് phi n ഓഫ് എക്സ് ലെസ് ദാൻ 1/n എഴുതാം. സോ ഇതൊരു സീക്വൻസിൻ്റെ ലിമിറ്റ് ആണ് അല്ലേ? ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് ആണ്, ലിമിറ്റിൻ്റെ ഡെഫിനിഷനാണ്. എന്താ പറയണത്? ഫോർ എവറി എപ്സിലോൺ ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റീജർ n സച്ച് ദാറ്റ് 0 ലെസ് ദാൻ f of x മൈനസ് phi n ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 1/n ഫോർ എവറി n ഗ്രേറ്റർ ദാൻ സ്മോൾ n കിട്ടി അല്ലെ? സ്മോൾ n ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ n. This is the definition of the limit. Therefore, we can say that is phi n converges to f. അപ്പോൾ phi n converges to f ആണ്. ഇവിടെ എഴുതിയപ്പോൾ psi n ആയിട്ടുണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ phi n ആണ്. phi n converges to f. അപ്പോൾ phi n എന്നൊരു സീക്വൻസ് കിട്ടി, അത് f-നേക്കാൾ ചെറുതാണ്. ആൻഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? phi n converges to f പോയിന്റ് വൈസ് എന്ന് പറയാം. ഇനി അടുത്ത കേസ് പറയാം. that is f of x is less ഈക്വൽ ടു ഇൻഫിനിറ്റി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും phi n ഓഫ് എക്സ് ഈക്വൽ ടു n ഫോർ ഓൾ n എടുത്തു. ഓക്കെ, ദാറ്റ് ഈസ് phi 1 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, phi 2 ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ എങ്ങനെ എടുത്താലും നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് phi n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n. അപ്പോൾ അതിന് ലിമിറ്റ് എടുക്കുമ്പോഴോ ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി phi n ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി n ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടും അല്ലെ? ഇൻഫിനിറ്റി എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ്ഫോർ നമുക്ക് പറയാം phi n ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്. ഓക്കെ, സോ ഇൻ ദിസ് വേ വി ക്യാൻ ഫൈൻഡ് എ സീക്വൻസ് phi n such that phi n converges to f point wise. ഇനി അവിടെ ചെറിയ കേസും കൂടി പറഞ്ഞു. ഇഫ് എഫ് ഓഫ് എക്സ് നമുക്ക് എന്ത് കിട്ടുകയാണ്? ഗ്രേറ്റർ ദാൻ നോൺ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ, എഫ് ഓഫ് എക്സ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ phi n ഇൻക്രീസിങ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? phi n-ന് പകരം നമ്മൾ മാക്സിമം ഓഫ് phi 1, phi 2, phi 3 എക്സെട്ര phi n എടുക്കണം. ഓക്കെ, അപ്പോൾ ആ phi n-നെ ഇൻക്രീസിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുക്കും? phi 1 നമ്മൾ ചൂസ് ചെയ്തു. ഓക്കെ, ഇനി phi 2 ചൂസ് ചെയ്യാൻ എന്താണ്? phi 2 is equal to മാക്സിമം ഓഫ് phi 2, phi 1. ഇതിൽ ഏതാണോ വലുത് അതിനാണ് നമ്മൾ phi 2 എന്ന് പേര് കൊടുക്കുന്നത്. phi 3 is equal to നമുക്ക് എന്ത് വരും? phi 3 is equal to മാക്സിമം ഓഫ് phi 1, phi 2, phi 3. ഓക്കെ, അപ്പോൾ വലുതാണ് അല്ലേ? phi 1-നേക്കാൾ വലുതാണ് എന്തായാലും phi 2, കാരണം നമ്മൾ ചൂസ് ചെയ്യുന്ന phi 2 എന്താ ചൂസ് ചെയ്യുന്നത്? മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ ചൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഇതിൽ നമ്മൾ ഈക്വൽ എടുക്കല, റീപ്ലേസ് ചെയ്യാണ്. phi 2 എന്നുള്ളിടത്ത് നമ്മൾ എന്തെടുക്കും? ഏതാണോ മാക്സിമം അത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? phi 1-നേക്കാൾ വലുതാണ് phi 2. ഇനി നമുക്ക് മാക്സിമം phi 1, phi 2, phi 3 എന്നുള്ളത് ഏതിന് പകരം കൊടുക്കും? phi 3ക്ക് പകരം കൊടുക്കും. അതായത് നമുക്കിപ്പോൾ ഒരു സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കൊരു സീക്വൻസ് കിട്ടി, phi 1, phi 2, phi 3 എന്ന് സീക്വൻസ് കിട്ടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് 1, 2, നമുക്ക് 1/3, 1/2, 3, 1/4 എക്സെട്ര. ഇതാണ് നമ്മൾ സീക്വൻസ് കരുതുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? എക്സാമ്പിളാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. അപ്പോൾ എങ്ങനെ നമ്മൾ ചെയ്യണത്? നമ്മൾ phi 1 എന്ന് പറഞ്ഞാൽ ഇതാണ്, അത് അതുപോലെ എഴുതി. phi 2 എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അപ്പോൾ ഇതിൽ മാക്സിമം 2 ആയതുകൊണ്ട് അത് തന്നെ വന്നു.
ഇനി 5 3 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ 1/2 ആണ്. പക്ഷെ ഇത് ഇൻക്രീസിങ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ 3 എണ്ണത്തിൽ വലുത് ഏതാ? 1 2 1/2. ഇതിൽ ഏറ്റവും വലുത് ആരാ? 2 ആണ്. അപ്പോൾ നമ്മൾ 5 3 ആയിട്ട് ഏതെന്നെ എടുത്തു? 2 തന്നെ എടുത്തു. അതായത് ഈ 1/2നെ ഏതുകൊണ്ട് റീപ്ലേസ് ചെയ്തു? ഇതിൽ വലുതിനെ കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, അടുത്തത് നമുക്ക് 3 ആണ് വരേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ 4 എണ്ണം എടുക്കുക. ആദ്യത്തെ 4 എണ്ണം എടുത്തിട്ട് അതിൽ മാക്സിമം ഏതാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ 1 2 1/2 3 ആണെങ്കിൽ അതിൽ മാക്സിമം ഏതാ വരുന്നത്? 3 ആണ് വരുന്നത്. ഓക്കെ, അടുത്തത് 1/4 ആണ് വരേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 5 എണ്ണത്തിൽ വലുതെടുക്കുക. 5 എണ്ണത്തിൽ വലുതാരാ? 3 ആണ്. അപ്പോൾ 3 തന്നെ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ വി ഗെറ്റ് എ ഇൻക്രീസിങ് സീക്വൻസ്. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യണുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, 5n നമുക്ക് കിട്ടും. ഇപ്പോൾ അങ്ങനെ ഒരു 5n എന്ന സീക്വൻസ് കിട്ടിയിട്ടുണ്ട്. അത് ഇൻക്രീസിങ് എന്ന രീതിയിലാവണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഓരോ 5 ഇപ്പോൾ 5 എടുത്തു, അതങ്ങനെ എഴുതി. 5 നമ്മൾ എന്ത് ചെയ്യുക, 5 എന്നുള്ളിടത്ത് പകരം മാക്സിമം ഓഫ് 5 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. 5 കാണുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഓഫ് 5 5 കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഇൻക്രീസിങ് സീക്വൻസ് കിട്ടും. ഓക്കെ, താങ്ക് യു.